1956-ലെ സൂയസ് കനാൽ പ്രതിസന്ധിയും ഇന്നത്തെ ഹോർമുസ് കടലിടുക്കിലെ സംഘർഷങ്ങളും തമ്മിൽ വലിയ സമാനതകളുണ്ട്. ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും നിയന്ത്രണത്തിലായിരുന്ന സൂയസ് കനാൽ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഗമാൽ അബ്ദുൽ നാസർ ദേശസാൽക്കരിച്ചതിനെ തുടർന്നുണ്ടായ പ്രശ്നത്തിന്റെ ഒടുവിൽ പാശ്ചാത്യ ശക്തികൾ പരാജയപ്പെട്ടു. യൂറോപ്പിന്റെ ആഗോളാധിപത്യം ഇല്ലാതെയായതും ഗൾഫ് രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതും അങ്ങനെയാണ്. പിന്നീടുള്ള വർഷങ്ങളിൽ അമേരിക്കയ്ക്ക് അറബ് മേഖലയിൽ സ്വാധീനം വരാനുള്ള തുടക്കവും ഇതാണ്. സൂയസ് കനാലിൽ അന്ന് നാസർ ചെയ്തതുപോലെ ഇന്ന് ഇറാൻ ഭൂമിശാസ്ത്രപരമായ മേൽക്കോയ്മ ഉപയോഗിച്ച് ഹോർമുസ് അടച്ചിടുന്നത് അമേരിക്കയെ പിന്നോട്ടടിപ്പിക്കുന്നു. ജലപാതകൾ ആഗോള രാഷ്ട്രീയത്തിലെ ചതുരംഗക്കളമായി മാറിയ സംഭവങ്ങളാണ് രണ്ടും. ഗൾഫ് മേഖലയിൽ അമേരിക്കയുടെ ശക്തിക്ഷയവും വരുന്ന പതിറ്റാണ്ടുകളിൽ ചൈനയുടെ ഉയർച്ചയ്ക്കും ഇത് വഴിതെളിക്കുമോ എന്നതാണ് ചോദ്യം.